വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞുതരാണേ. നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും വളരെ സാധ്യതയുണ്ട്, നമ്മളെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇന്ന് ടീച്ചർ പറയുന്നത് കേട്ടോ. എന്താണ്? ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഭൂമിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചന്തമേകുന്നുണ്ട് അല്ലേ? പൂക്കള്, അതുപോലെ പുഴകള്, നക്ഷത്രങ്ങള് അല്ലേ, അമ്പിളിമാമൻ, ചന്ദ്രന്റെ വെളിച്ചമായ നിലാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് ഭംഗി എഴുകുന്നത് അല്ലേ? പക്ഷികളും മൃഗങ്ങളും അല്ലേ, വൃക്ഷങ്ങളും അല്ലെ, ചെടികളും, അങ്ങനെ എല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ്. നമുക്കിവിടെ ആദ്യം ഒരു കവിത തന്നിട്ടുണ്ട്. അക്കിത്തത്തിന്റെ ഒരു കവിതയാണ്. അക്കിത്തത്തെ കുറിച്ച് നമുക്ക് ഒന്ന് അറിയണം. ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയിട്ട് കേട്ടോ. മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലുമുളച്ചു പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു. മുല്ലപ്പന്തൽ കാണുന്നില്ലേ നിങ്ങളിവിടെ? മുല്ലപ്പന്തലില് ആദ്യം എന്താണ്? മുല്ലയുടെ മൊട്ടിടും. അതാണ് പല്ലു മുളയ്ക്കുക എന്ന് പറയുന്നത്. മുല്ലച്ചെടിയില് മൊട്ടിടുന്നതിന് എന്ത് പറയുന്നു? പല്ലു മുളയ്ക്കുക എന്ന് പറയാണ്. പിന്നെ ആ പല്ലുകളെല്ലാം എന്താണ്? കണ്ണുമിഴിച്ചു അല്ലേ? അത് വിടർന്ന് കണ്ണുമിഴിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. കണ്ണുമിഴിച്ചു എന്ന് പറയുന്നത് അക്കിത്തം എഴുതിയ വരികളാണ്. അപ്പോൾ ഒരു കവിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലേ? അപ്പൊ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കവിതകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങളോട് ഞാൻ പറയാണ്, അക്കിത്തത്തിന്റെ മുഴുവൻ പേരെന്താണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത് മുല്ലച്ചെടി അല്ലേ, അതില് മൊട്ടുണ്ടാവുന്നത്, പൂവിടരുന്നത് ഒക്കെ അല്ലേ? അതുപോലെ ഈ ഒരു ചിത്രം അല്ലേ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ചിത്രം തരും. എന്നിട്ടോ ആ ചിത്രം നോക്കിയിട്ട് നിങ്ങളോട് വിവരണം എഴുതാൻ പറയും. എന്താണ് വിവരണം എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾ നോക്കിയേ. ഇവിടെ ഒരു അമ്പിളിമാമനുണ്ട്. പിന്നെ ഇല്ലേ, അമ്പിളിമാമന്റെ വെളിച്ചം ഭൂമിയിലാകെ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടല്ലേ? നല്ല ലൈറ്റാണ്. നമ്മൾ ലൈറ്റൊന്നും ഇടണ്ട. ഈ ഭൂമിയുടെ ലൈറ്റിലെ ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം ഭൂമിയെ ആകെ, അല്ലെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ നല്ല വെളിച്ചത്താൽ നിറഞ്ഞു നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഒരു വീടുണ്ട്, വീട്ടിലൊരു കുട്ടിയുണ്ട് അല്ലേ? പിന്നെ എന്താണ്? മുല്ലവള്ളികൾ ഇവിടെ വേലിയിലൊക്കെ കാണുന്നുണ്ട്. മുല്ല ഇങ്ങനെ പടർന്നു നിൽക്കുന്നുണ്ട്. രാത്രിയാണ് മുല്ല വിരിയ. അപ്പോൾ മുല്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചമുണ്ട്. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം അല്ലേ? മിന്നാമിന്റെ വെളിച്ചമുണ്ട്. ഈ മരത്തിന്റെ മുകളിൽ എന്താണ്? ഒരു പക്ഷിയുണ്ട്. രാത്രി കാണുന്ന ഒരു പക്ഷി, മൂങ്ങ അല്ലേ? ഇതിനെപ്പറ്റി നമ്മൾ എങ്ങനെ ഒരു വിവരണം തയ്യാറാക്കുക എന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ടീച്ചർ എഴുതിയ ഒരു വിവരണമാണേ. മനോഹരമായ നിലാവുള്ള ഒരു രാത്രിയാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ? മനോഹരമായ നിലാവുള്ള ഒരു രാത്രിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ അല്ലേ? വേലിപ്പടർപ്പിൽ വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂവുകളും മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുങ്ങും രാത്രിയുടെ തിളക്കം കൂട്ടുന്നു അല്ലേ? ആ മുല്ലപ്പൂവുകളും മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുങ്ങും അല്ലേ രാത്രിയുടെ തിളക്കം കൂട്ടുന്നു. പിന്നെയോ മരക്കൊമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന രാത്രിയുടെ കൂട്ടുകാരൻ മൂങ്ങ. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കുട്ടി നിൽക്കുകയാണ്. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഒരു വീടിന്റെ മുറ്റത്ത് ആര് നിൽക്കുകയാണ്? ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? ഈ ചിത്രത്തിൽ കാണുന്നതിനെ പറ്റി നമ്മൾ ഇങ്ങനെ ഒരു വിവരണമായിട്ട് എഴുതിയതാണ് അല്ലേ? ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പും കൂടെ ഇട്ടാൽ കാര്യങ്ങൾ സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിവരണം തയ്യാറാക്കേണ്ടത്. മക്കളെല്ലാവരും എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഇവിടെ മനോഹരമായ ഒരു ചിത്രമാണ് അല്ലേ? ഇതുപോലെ മറ്റൊരു ചിത്രമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് വിശദമായിട്ടൊന്ന് നല്ല വൃത്തിയിൽ ഭംഗിയിൽ എഴുതണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ സൈലത്തിൽ ഓരോ ടീച്ചേഴ്സും വരുന്നതായിരിക്കും. ലൈവ് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണാം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ശ്രുതി ടീച്ചറാണ് കേട്ടോ. ടാറ്റാ.